ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലയിൽ അവിടെ കേന്ദ്ര ഇടപെടലുകൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെ തെരച്ചിലിൽ ശുചീകരണ തൊഴിലാളിയുടെ തുറന്നു പറച്ചിലുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകൾ കിട്ടിയ ഒരു സാഹചര്യമുണ്ട്. മാധ്യമപ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ ഗൂഢശ്രമം നടക്കുന്നത് കണ്ടു. ഡി ഗ്യാങ് പരസ്യമായി രംഗത്തെത്തി അക്രമം അഴിച്ചുവിടുന്നത് കണ്ടു. തുറന്നു പറയാൻ ആളുകൾ വരുമ്പോൾ ഭയപ്പെടുന്ന ടീമിനെയാണ് അവിടെ നമ്മൾ കാണുന്നത് ധർമ്മസ്ഥലയിൽ. അപ്പോൾ അവിടെ ഇന്നൊരു പ്രതീക്ഷ നൽകുന്ന ഇടപെടൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. അന്വേഷണം തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിന് കൈമാറിയേക്കും എന്ന സൂചനകളാണ് അവിടെ നിന്നും വരുന്നത്. ടെററിസം ആൻഡ് കൗണ്ടർ റാഡിക്കലൈസേഷൻ ഡിവിഷൻ വിഭാഗം ഇത് സംബന്ധിച്ച് പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് അവിടെ നിന്നും വരുന്ന വിവരം. കേസ് NIAക്ക് കൈമാറണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഇതിനിടയിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധന ഇന്ന് നടന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം എത്തിച്ച് പരിശോധന തുടരാനാണ് SITയുടെ ഇപ്പോഴത്തെ തീരുമാനം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നു വന്ന മണ്ണ് മാറ്റിയുള്ള പരിശോധന നടന്നില്ല. ഇന്നലെ 13ാം പോയിന്റ് വരെ എത്തിയിരുന്നു. അതിനുശേഷം ബംഗ്ലാക്കുന്നിലേക്ക് സംഘം നീങ്ങുകയും അവിടെ വിശദമായ പരിശോധനകൾ നടത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇന്ന് അത്തരം പരിശോധനകൾ ഉണ്ടായിട്ടില്ല എന്നതൊരു കാര്യമാണ്. ഇന്നലെ വലിയ അക്രമ സംഭവങ്ങൾ അവിടെ ഉണ്ടായതിന് പിന്നാലെയാണ് ഇന്ന് പരിശോധന തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അത് മറ്റൊരു തരത്തിൽ ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യമില്ല. പരിശോധനകൾ തുടരും. മാത്രവുമല്ല, കൂടുതൽ ഏജൻസികൾ അതിലേക്ക് എത്തുന്നു എന്ന ഒരു സൂചന കൂടിയാണ് ഉള്ളത്. ആക്ഷൻ കൗൺസിലിന് ഇതിനോട് എന്താണ് സമീപനം? അവിടെ ഇന്നത്തെ മറ്റ് നീക്കങ്ങൾ എന്താണ്? ഡി ഗ്യാങ് ഇന്നും ഭീഷണിയുമായി രംഗത്തുണ്ടോ? ഇതൊക്കെ നമുക്കറിയാം. KV ബൈജു അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഭീഷണി മുനമ്പിലും പതറാതെ നിൽക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു അവിടെ. ബൈജുവിനോട് തന്നെ ചോദിക്കാം. ബൈജു, ATS എത്തും എന്ന തരത്തിലുള്ള സൂചനകൾ, മാത്രവുമല്ല NIA എത്തണമെന്നുള്ള ആവശ്യം അവിടെ നിന്ന് ഉയരുന്നു. ഡി ഗ്യാങ്ങിന്റെ ഭീഷണിയായിരുന്നു ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മാധ്യമങ്ങളെ അവിടെ നിന്ന് അടിച്ചോടിക്കാനുള്ള ശ്രമമാണ് നടന്നത്. അത് അവഗണിച്ചും മാധ്യമങ്ങൾ അവിടെ തുടരുകയാണോ? ഇന്ന് തെരച്ചിലില്ലാത്ത സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായത്? അത് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ടോ? ആക്ഷൻ കമ്മിറ്റിയൊക്കെ എന്ത് നിലപാടാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത്? പതിമൂന്നാം പോയിന്റിലായിരുന്നു ഇന്ന് പരിശോധന നടത്തേണ്ടത്. പക്ഷേ SIT സംഘം ഇന്ന് പരിശോധനയ്ക്കായി എത്തിയില്ല. ശുചീകരണ തൊഴിലാളിയും ഒപ്പം SIT ഉദ്യോഗസ്ഥരും ഇന്ന് ബൽത്തങ്ങാടി ക്യാമ്പ് ഓഫീസിൽ മണിക്കൂറുകളോളം ഉണ്ടായിരുന്നു. വലിയ തോതിലുള്ള കൂടിയാലോചനയൊക്കെ നടന്നു. ഇന്നത്തെ പരിശോധന ഏതായാലും 13ാം പോയിന്റ് വളരെ പ്രധാനമാണ്. വലിയ തോതിൽ ഇത്തരത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് ഉണ്ടെന്ന് സാക്ഷി വെളിപ്പെടുത്തിയ സ്ഥലം കൂടിയാണത്. അതുകൊണ്ട് തന്നെ അവിടെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം കൊണ്ടുവന്ന് വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രം കുഴിച്ചു പരിശോധന മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നാളെ മാത്രമേ ഈ 13ാം പോയിന്റിൽ പരിശോധന ഉണ്ടാകും. വിശദമായ പരിശോധനയാണ് ഈ പോയിന്റ് 13 ഇപ്പോൾ SIT ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഒരുപാട് തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങളൊന്നും പുറത്ത് മാധ്യമങ്ങളോടൊന്നും ഇത് SIT പങ്കുവച്ചിട്ടില്ല. ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഇതുവരെയുള്ള ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതായത് DGP ആണ് ഈ കാര്യത്തിൽ ഇന്നലെ ഇവിടെ എത്തി ഈ SIT ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷം ഇതുവരെയുള്ള എല്ലാ വിശദാംശങ്ങളും ഇത്തരത്തിൽ റിപ്പോർട്ട് തേടിയതും പിന്നീട് അത് മുഖ്യമന്ത്രിക്ക് ഇന്ന് സമർപ്പിച്ചിട്ടുമുണ്ട്. ഇനി എന്താണ് SITയുടെ തുടർ നീക്കം? അത് വളരെ പ്രധാനമാണ്. 14ഉം 15ഉം ആരോപണ വിധേയരായ വ്യക്തിയുടെ സ്ഥലമാണ്. ആ സ്ഥലത്ത് പരിശോധിക്കാനുള്ള കോടതി ഉത്തരവും ഇപ്പോൾ SIT സമ്പാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ ഇനി എന്ന് പരിശോധന ഉണ്ടാകും. വളരെ നിർണായകമായ പരിശോധനയായിരിക്കും അത്തരം ഭാഗങ്ങളിൽ ഉണ്ടാവുക. ഇതിനിടയിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചിരിക്കുന്നത്. ആഗസ്റ്റ് 3-നാണ് ഇത്തരത്തിൽ പരാതി ലഭിച്ചിരിക്കുന്നത്. ആഗസ്റ്റ് 14-ന് ഈ പരാതി ഇത്തരത്തിൽ അന്വേഷിക്കാനായി തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന് കൈമാറിയിട്ടുണ്ട്. ഈ തീവ്രവാദ വിരുദ്ധ വിഭാഗം ഇത് സംബന്ധിച്ചിപ്പോൾ പരിശോധന നടത്തി വരുന്നു. CTCR-നാണ് ഇത് കൂടുതൽ പരിശോധിക്കാനായി ഇവർ കൈമാറിയിരിക്കുന്നത്. ഏതായാലും ഈ കേസ് ഇനി കേന്ദ്ര ഏജൻസി അന്വേഷിക്കുമോ അതും വളരെ നിർണായകമാണ്. കാരണം SITയെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് വലിയ പരിമിതിയുണ്ട് ഈ കേസിൽ തുടരന്വേഷണത്തിനായി. ഒരുപക്ഷെ കേന്ദ്ര ഏജൻസി വന്നു കഴിഞ്ഞാൽ കൂടുതൽ വ്യാപ്തിയോടുകൂടിയുള്ള അന്വേഷണം ഉണ്ടാകും. ഒരുപാട് ഉന്നതർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം പുറത്ത് ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ
എത്തിച്ചേരേണ്ടതുണ്ട്. അതിന് SIT സംബന്ധിച്ചിടത്തോളം വലിയ പരിമിതിയുണ്ട്. ഇതിനിടയിലാണ് മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ടി ഗ്യാങ് വീണ്ടും ഇവിടെ തല ഉയർത്തിയിരിക്കുന്നു. തുടക്കത്തിൽ നമുക്കെതിരെ വലിയ ഭീഷണി ഉയർത്തിയ സംഘമാണ്. പിന്നീട് ഈ SITയുടെ അന്വേഷണം ആരംഭിച്ചതിന് ശേഷം ഈ ഭാഗത്ത് കൂടുതൽ ഇവരെ കാണാനുണ്ടായിരുന്നില്ല. ഇന്നലെയാണ് വലിയ തോതിൽ സംഘം മാരകായുധങ്ങളുമായി എത്തി മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഇതിൽ മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. 6ഓളം മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. അതോടൊപ്പം ക്യാമറ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും വാഹനങ്ങളും മാധ്യമപ്രവർത്തകരുടെ നശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് വളരെ ഗൗരവത്തോടു കൂടിയാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കാണുന്നത്. നിലവിൽ പോലീസ് സുരക്ഷയോടുകൂടി റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നമുക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് 18 ഉൾപ്പെടെ ഇവിടെ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ നടപടി. ഏതായാലും ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇരു വിഭാഗങ്ങളിലുള്ള ആളുകൾക്കും എതിരെ ധർമ്മസ്ഥല പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നടപടികളായി ധർമ്മസ്ഥല പോലീസും മുന്നോട്ട് പോകുന്നുണ്ട്. ഈ പ്രദേശം ധർമ്മസ്ഥലയും പരിസര പ്രദേശങ്ങളും എല്ലാം കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണം ഇനി ഉണ്ടാകാതിരിക്കാനുള്ള അതീവ ജാഗ്രതയിലാണ് പോലീസ് ഉള്ളത്. എന്നാലും ഇനി നമുക്ക് അറിയേണ്ടത് ഈ കേസ് SIT ഇനി എത്രത്തോളം മുന്നോട്ട് പോകും. ഇതുവരെ ഉണ്ടായ SITയുടെ അന്വേഷണത്തിലുള്ള വിശദാംശങ്ങൾ പുറത്തുവിടുമോ, അതല്ല കേന്ദ്ര ഏജൻസി ഈ ഒരു അന്വേഷണത്തിനായി ഇവിടെ എത്തുമോ? ഏതായാലും വരും ദിവസങ്ങളിൽ അത് നമുക്ക് അറിയാൻ പറ്റും. ഏതായാലും ഇപ്പോൾ നിലവിൽ SIT കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ധർമ്മസ്ഥലയിൽ നിന്നും ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം KB ബൈജു, ന്യൂസ് 18. ദേശീയ അന്വേഷണ ഏജൻസി ഒക്കെ എത്തുന്നു ഈ വിഷയത്തിൽ എന്നത് ആ കേസിന്റെ നല്ലതിനു വേണ്ടി ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വിപുലമായ അന്വേഷണങ്ങൾ സാധ്യമാകട്ടെ എന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ പ്രാപ്തരാക്കട്ടെ എന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ മാത്രമേ കഴിയൂ. എന്താണ് ഉദ്ദേശവും ലക്ഷ്യവും എന്നത് അറിയില്ല. ഇപ്പോൾ SITയുടെ പ്രവർത്തനത്തിൽ എന്തായാലും ആർക്കും ഒരു എതിരഭിപ്രായമില്ലായിരുന്നു. ശരിയായ വിധത്തിൽ മുന്നോട്ട് പോകുന്നു എന്നതായിരുന്നു അവിടെ എല്ലാവരുടെയും പ്രതികരണം. ഇരകളുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ആ ഒരു നിലപാടെടുക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മറ്റ് അന്വേഷണ ഏജൻസികളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമോ എന്നത് വരുന്നത്. എന്തായാലും ധർമ്മസ്ഥലയിൽ രഹസ്യങ്ങൾ, സത്യങ്ങൾ പുറത്തു വരിക തന്നെ വേണം. അതിനുള്ളതാകട്ടെ നടപടികളെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.